ഒരു ബഹിരാകാശ യാത്ര ഇത്ര മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ ദൗത്യം, അതേപോലെ ചലഞ്ചർ ദുരന്തം, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ഇത്തരത്തിലൊരു ബഹിരാകാശ ദൗത്യം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. സുനിത വില്യംസിൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തോളം കുടുങ്ങിക്കിടന്നതും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും ലോകം ഉറ്റുനോക്കുകയായിരുന്നു. എന്ന് സുനിത വില്യംസ് മടങ്ങി വരും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷ സാധാരണ ജനങ്ങൾക്ക് പോലും ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. സുനിത വില്യംസ് കഴിഞ്ഞ ജൂൺ 5-നാണ് സുനിത വില്യംസിനോടൊപ്പം തന്നെ ഒരു സഹയാത്രികനുണ്ടായിരുന്നു, ബുച്ച് വിൽമോർ. കഴിഞ്ഞ ജൂൺ 5-ന് ബഹിരാകാശത്തേക്ക് പോയത്. ബഹിരാകാശ സഞ്ചാരികൾക്ക് ബഹിരാകാശ സഞ്ചാരം നടത്തുന്നതിന് സുരക്ഷിതമായ പേടകം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാർലൈൻ പേടകത്തിൻ്റെ ക്ഷമതാ പരിശോധനയ്ക്കായിട്ടാണ് ഇരുവരും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഇതിൻ്റെ ത്രസ്റ്ററുകൾ തകരാറിലായി. അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള മർദ്ദവ്യത്യാസം ഒക്കെ പ്രകടമായതാണ് ഈ പേടകത്തിനുണ്ടായ കുഴപ്പം. അപ്പോൾ ഇതിന് ശേഷം ഈ നിലയത്തിൻ്റെ മുഖ്യ ചുമതല വളരെ സീനിയറായ ആളെന്ന നിലയിൽ സുനിത വില്യംസിനെ ഏൽപ്പിക്കുകയായിരുന്നു. സുനിത വില്യംസിൻ്റെ ചുമതല ഏറ്റതിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യാൻ നേതൃത്വം ഏറ്റെടുക്കുകയും അതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പൂർണ്ണ പരിശോധന നടത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇപ്പോൾ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളും അനിവാര്യമായിരുന്നു. ഈ ദൗത്യം നാസയിലെ ഏറെ കാര്യക്ഷമതയുള്ള, അതുപോലെ തന്നെ നാസയുടെ വളരെ സീനിയറായ സുനിത വില്യംസിനെ ഏൽപ്പിക്കുകയായിരുന്നു. സുനിത വില്യംസ് അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഈ 9 മാസത്തിനിടെ 150ഓളം ശാസ്ത്ര ഗവേഷണ ദൗത്യങ്ങൾക്ക് കൂടി സുനിത വില്യംസ് നേതൃത്വം നൽകി എന്നുള്ളതാണ് വസ്തുത. സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പുറത്തിറങ്ങി ഏതാണ്ട് 2 ദിവസങ്ങളായി 6 മണിക്കൂറിലധികം സ്പേസ് വാക്ക് നടത്തി. അത് സ്പേസ് വാക്ക് നടത്തുന്നതിനിടയിൽ നിരവധി 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിച്ചു. അതിനോടൊപ്പം പുറത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ 9 മാസത്തിനിടെ നിരവധി പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. കാരണം ഒട്ടേറെ ശാസ്ത്ര ഗവേഷണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വലിയൊരു പരീക്ഷണശാലയാണ്. ഈ പരീക്ഷണശാലയിൽ 1/4 നൂറ്റാണ്ടായിട്ട് മാനവരാശിക്ക് വേണ്ട ഒട്ടേറെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 150ഓളം പരീക്ഷണങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകി സുനിത വില്യംസ്. അതായത് ദീർഘനാൾ നമ്മൾ സീറോ ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിലോ ബഹിരാകാശത്തോ കഴിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ സസ്യജാലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം, അവയുടെ വളർച്ച, മരുന്നുകളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം, ഇങ്ങനെ ഒട്ടേറെ പഠനങ്ങൾക്ക് നേതൃത്വം നൽകാനും അതിൻ്റെ റിസൾട്ട് ഭൂമിയിലേക്ക് അയക്കാനും സുനിത വില്യംസിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ സുനിത വില്യംസ് സ്പേസ് വാക്ക് വഴി ഒരു റെക്കോർഡ് തന്നെ സ്ഥാപിച്ചു. കാരണം ഈ 6 മണിക്കൂർ കൂടെ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന നിലയിൽ റെക്കോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ 59 വയസ്സുള്ള സുനിത വില്യംസ് ഇന്ത്യൻ വംശജ കൂടിയാണ്. സുനിതയുടെ അച്ഛൻ ഗുജറാത്തുകാരനാണ്. അതുപോലെ തന്നെ അമ്മ സ്ലൊവേനിയക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുമായിട്ടൊരു ബന്ധം കൂടി സുനിതയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കഴിയുമ്പോൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നുണ്ട്. അതുപോലെ ബഹിരാകാശ പദ്ധതികളിൽ താല്പര്യമുള്ളവരുമായിട്ട് സംവദിക്കുന്നതൊക്കെ ശ്രദ്ധേയമായ അങ്ങനെ ചില പരിപാടികൾ കൂടിക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് കരോൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ കാലത്ത് ന്യൂ ഇയർ ആഘോഷം,
ഒക്കെ നടത്തി ശ്രദ്ധേയമായ വീഡിയോകൾ പുറത്തുവിട്ടതൊക്കെ കൗതുകരമായിരുന്നു. അതുപോലെ തന്നെ ഒളിമ്പിക്സ് നടന്നപ്പോൾ മിനി ഒളിമ്പിക്സ് ബഹിരാകാശ നിലയത്തിൽ നടത്തി. ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ഒക്കെ ശൂന്യാകാശത്ത് ട്രിപ്പിൾ ജമ്പും ലോങ് ജമ്പും നടത്തുന്നതും വെയ്റ്റ് ലിഫ്റ്റിംഗ് നടത്തുന്നതും ഒക്കെ കൗതുകരമായ കാഴ്ചകൾ വീഡിയോ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ സുനിത വളരെ സന്തോഷവതിയായിരുന്നു. കാരണം കൂടുതൽ ഊർജ്ജത്തോടെ ഈ 9 മാസം കേവലം ഒരു 10 ദിവസത്തെ ദൗത്യത്തിനായി എത്തിയ ആൾ ദൗത്യകാലം 9 മാസത്തേക്ക് നീണ്ടെങ്കിലും കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ ചെയ്യുന്ന ജോലിയോടുകൂടിയുള്ള ആത്മാർത്ഥത ഇതെല്ലാം സുനിതയിൽ പ്രകടമായിരുന്നു. സുനിത വില്യംസ് യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് എക്കാലവും പ്രചോദനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പുതിയ തലമുറയെ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് ആകർഷിക്കാനും സുനിതയുടെ ഈ ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ധൈര്യവും പ്രവർത്തന പരിചയവും പ്രവർത്തന മികവും എല്ലാം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനുള്ള പകരം പേടകം ലഭ്യമാകാതിരുന്നതാണ് പ്രശ്നം സൃഷ്ടിച്ചത്. ഇതിന് പകരം ഒരു പുതിയൊരു പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയാൽ മാത്രമേ ഇവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നാസ നടത്തുകയും അങ്ങനെയാണ് ഡ്രാഗൺ പേടകം ഇതിൽ 4 പേർ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ദിവസം എത്തുകയും ആ പേടകം അവിടെ നിലകൊള്ളുകയും നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പകരം പേടകത്തിൽ ഡ്രാഗൺ പേടകത്തിൽ തന്നെ സുനിത വില്യംസും മറ്റുള്ള 3 പേരും കൂടി ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30 ഈ മടക്കയാത്രയ്ക്കുള്ള തുടക്കം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആരംഭിച്ചത്. രാവിലെ 7:30 നിലയത്തിൽ വെച്ച് യാത്രയെ ഫോട്ടോ ഷൂട്ട് അതുപോലെ തന്നെ അയപ്പ് ചടങ്ങ് തന്നെ നടന്നു. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 8:30 ഡ്രാഗൺ പേടകത്തിലേക്ക് ഈ 4 പേരും കടന്നു. ഡ്രാഗൺ പേടകത്തിൻ്റെ പരിശോധന നടത്തി. അതിനുശേഷം 10:30 ഈ ഡ്രാഗൺ പേടകം നിലയത്തിൽ നിന്ന് വേർപെട്ട് ഡീഡോക്ക് ചെയ്ത് ഭൂമിയിലേക്കുള്ള യാത്ര തിരിക്കുകയായിരുന്നു. ഈ യാത്ര തിരിക്കുമ്പോൾ 17 മണിക്കൂർ ഉള്ള യാത്രയാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിലൂടെയുള്ള സഞ്ചാരം, അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിൻ്റെ വേഗത നിയന്ത്രിക്കാനും ഒക്കെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. പടിപടിയായിട്ട് ഭ്രമണപഥം ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇത് കടക്കുക. ഏതാണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒരു 2:41 പേടകം ഭൂമിയുടെ ഭ്രമണത്തിലേക്ക് കടക്കുന്നതിനുള്ള 12 മിനിറ്റ് നീണ്ട ജ്വലനം നടത്തി. അതായത് ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചു. അതിനെ തുടർന്ന് ഈ പേടകം ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർഷണം മൂലം ഇത് വല്ലാതെ ഭയങ്കരമായ ചൂട് മൂലം ഇത് ചുവന്ന് തൊഴുത്ത് ഇരുന്നു. കാരണം ചൂട് മൂലം, ഈ കർഷണം മൂലം അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിനെ അതിജീവിക്കാൻ ഈ പേടകത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിവേഗത്തിലെത്തിയ പിന്നീട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച പേടകത്തിൽ തന്നെയുള്ള 2 പാരച്യൂട്ടുകൾ വിന്യസിപ്പിച്ച് വേഗത കുറച്ചു. പിന്നീട് 4 പാരച്യൂട്ടുകൾ കൂടി വിന്യസിപ്പിച്ച ശേഷമാണ് മണിക്കൂറിൽ 20 കിലോമീറ്റർ എന്നുള്ള വേഗത്തിലേക്ക് വേഗത കുറച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, ഫ്ലോറിഡയ്ക്ക് സമീപമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഈ പേടകം പതിച്ചത്. പേടകം പതിച്ച ഉടൻ തന്നെ ഈ പേടകം എവിടെ പതിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിരീക്ഷണം നാസയ്ക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ചുറ്റും രക്ഷാപ്രവർത്തകരും അതുപോലെ നാസയിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ വന്ന് ഈ പേടകം റിക്കവർ ബോട്ടിലാക്കുകയും റിക്കവർ ബോട്ടിൽ വെച്ച് ഈ പേടകം തുറന്ന് ഇവരെ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവർക്കുണ്ടാകും. കാരണം 0 ഗ്രാവിറ്റിയിൽ നിന്ന് ഫുൾ ഗ്രാവിറ്റിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് നടക്കുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ,
അതുപോലെ തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർ പൂർണ്ണമായ നിരീക്ഷണത്തിൽ, 1 മാസത്തോളം നിരീക്ഷണത്തിലായിരിക്കും. എന്നിരുന്നാലും ഇവർ അവരുടെ ബന്ധുക്കളെ കാണുകയും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സുനിത വില്യംസിൻ്റെ ഈ യാത്ര വരുംകാല ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് വലിയൊരു പഠനം അല്ലെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.